പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി കൃഷി വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി കൃഷിവകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നത് 1971 കേരള കാർഷിക സർവകലാശാല നിലവിൽ വന്നത് 1971 എന്നാൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1972 നെല്ലിന്റെ ജന്മദിനം. നെല്ലിന്റെ ജന്മദിനമാണ് കന്നിയിലെ മകമാണ് നെല്ലിന്റെ ജന്മദിനം. ആൻസർ ഓപ്ഷൻ എ ആണ്, കന്നിയിലെ മകം. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. എന്നാൽ മികച്ച വനിതാ കർഷകർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷക തിലകം. മികച്ച വനിതാ കർഷകർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷക തിലകം. എന്നാൽ മികച്ച കർഷകന് നൽകുന്നത് കർഷകോത്തമ, വനിതകൾക്ക് നൽകുന്നത് കർഷക തിലകം. മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി. മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി. കേരള കൃഷി വകുപ്പ് വെബ്സൈറ്റ് ആണ് കാർഷിക കേരളം. കേരള കൃഷി വകുപ്പ് വെബ്സൈറ്റ് ആണ് കാർഷിക കേരളം. കേരള കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. കേരള കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം അറിയപ്പെടുന്നതാണ് കേരള കർഷകൻ. താഴെ തന്നിരിക്കുന്നതിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് വെണ്ട, പയർ, ചീര തുടങ്ങിയവയെല്ലാം ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് വെണ്ട, പയർ, ചീര തുടങ്ങിയവ. എന്നാൽ കായിക പ്രജനനത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് ചേമ്പ്, മരിച്ചിനി, കരിമ്പ് തുടങ്ങിയവയെല്ലാം കായിക പ്രജനനത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ്. കായിക പ്രജനനത്തിലൂടെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ചേമ്പ്, മരിച്ചിനി, കരിമ്പ് തുടങ്ങിയവ. മാതൃസസ്യത്തിന്റെ ശാഖകളിൽ തന്നെ വേരുകൾ വളർത്തിയെടുത്ത് ആ ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്നുകൊണ്ട് പറയുന്നത്. മാതൃസസ്യത്തിന്റെ ശാഖകളിൽ തന്നെ വേരുകൾ വളർത്തിയെടുത്ത് ആ ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതിയെ പതിവയ്ക്കൽ എന്ന് പറയുന്നു. പതിവയ്ക്കലിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നവയാണ് കുരുമുളക്, പിച്ചി, മുല്ല തുടങ്ങിയവയെല്ലാം പതിവയ്ക്കലിന് ഉദാഹരണമാണ്. അപ്പോൾ പതിവയ്ക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? മാതൃസസ്യത്തിന്റെ ശാഖകളിൽ തന്നെ വേരുകൾ വളർത്തിയെടുത്ത് ആ ഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതിയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. പതിവയ്ക്കലിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കുരുമുളക്, പിച്ചി, മുല്ല തുടങ്ങിയവ. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കിയെടുക്കുന്ന മാർഗത്തെയാണ് ഗ്രാഫ്റ്റിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കിയെടുക്കുന്ന മാർഗത്തെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സസ്യശാഖയിലെ ഒരു മുകുളം അതേ ഇനത്തിലുള്ള മറ്റൊരു സസ്യത്തിന്റെ പട്ടയ്ക്കുള്ളിൽ തടിയോട് ചേർത്ത് വയ്ക്കുന്ന മാർഗത്തെയാണ് ബഡ്ഡിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. ഒരു സസ്യശാഖയിലെ ഒരു മുകുളം അതേ ഇനത്തിലുള്ള മറ്റൊരു സസ്യത്തിന്റെ പട്ടയ്ക്കുള്ളിൽ തടിയോട് ചേർത്ത് വയ്ക്കുന്ന മാർഗത്തെയാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിന് മാതൃകോശത്തിൽ നിന്ന് അനേകം കോശങ്ങളെ സൃഷ്ടിക്കുകയും ഓരോ കോശത്തെയും ഓരോ സസ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിന്
മാതൃകോശത്തിൽ നിന്ന് അനേകം കോശങ്ങളെ സൃഷ്ടിക്കുകയും ഓരോ കോശത്തെയും ഓരോ സസ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചറിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിഷ്യൂ കൾച്ചറിന്റെ ഉപജ്ഞാതാവാണ് ഹേബർ ലാൻഡ്. ഹേബർ ലാൻഡ് ആണ് ടിഷ്യൂ കൾച്ചറിന്റെ ഉപജ്ഞാതാവെന്ന് കരുതപ്പെടുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണഗണങ്ങളോട് കൂടിയതുമായ മാതൃപിതൃ ജീവികളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഗുണങ്ങളോട് കൂടിയ സന്താനങ്ങളെ കൃത്രിമ മാർഗത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നതിനെ വർഗസങ്കരണം എന്ന് പറയുന്നു. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണഗണങ്ങളോട് കൂടിയതുമായ മാതൃപിതൃ ജീവികളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഗുണങ്ങളോട് കൂടിയ സന്താനങ്ങളെ കൃത്രിമ മാർഗത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നതിനെ വർഗസങ്കരണം എന്ന് പറയുന്നു. ഏറ്റവും ചെറിയ വിത്ത് ഏതാണ്? ഓർക്കിഡാണ് ഏറ്റവും ചെറിയ വിത്ത്. ഏറ്റവും ചെറിയ വിത്താണ് ഓർക്കിഡ്. എന്നാൽ ഏറ്റവും വലിയ വിത്ത് തേങ്ങ അല്ലെങ്കിൽ കൊക്കോഡിമർ ആണ് ഏറ്റവും വലിയ വിത്ത്. ഏറ്റവും ചെറിയ വിത്ത് ഓർക്കിഡും ഏറ്റവും വലിയ വിത്ത് തേങ്ങ അല്ലെങ്കിൽ കൊക്കോഡിമർ. ഏറ്റവും ചെറിയ പുഷ്പം ഡക്ക് വീഡ്, എന്നാൽ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. ഏറ്റവും ചെറിയ പുഷ്പം ഡക്ക് വീഡ്, ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഉയരം കൂടിയ തെങ്ങിനം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലക്ഷദ്വീപ് ഓർഡിനറി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരം കൂടിയ തെങ്ങിനമാണ് ലക്ഷദ്വീപ് ഓർഡിനറി. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ചന്ദ്രലക്ഷയാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങാണ് ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങാണ് ലക്ഷഗംഗ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങാണ് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനമാണ് ചന്ദ്രശങ്കര. അപ്പോൾ തെങ്ങിന്റെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ തെങ്ങിനം ഏതാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയാണ്. തന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ തെങ്ങിനം ലക്ഷദ്വീപ് ഓർഡിനറി. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനമാണ് ചന്ദ്രലക്ഷയാണ്. ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനം. ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനമാണ് ലക്ഷഗംഗ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നിവയുടെ സങ്കര ഇനമായ തെങ്ങിനമാണ് ചന്ദ്രശങ്കര. വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അതായത് കറിവേപ്പില, ആഞ്ഞിലി, ശീമച്ചക്ക, ഇത് മൂന്നും വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണമാണ്. ഇലയിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണമാണ് ബ്രയോഫിലം. ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രയോഫിലം. വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണമാണ് കറിവേപ്പില, ആഞ്ഞിലി, ശീമച്ചക്ക തുടങ്ങിയവ. എന്നാൽ ഇലയിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നതിന് ഉദാഹരണമാണ് ബ്രയോഫിലം. പ്രകൃത്യാലുള്ള സങ്കര ഇനം തെങ്ങാണ്. പ്രകൃത്യാലുള്ള സങ്കര ഇനം തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ്, കോമാടൻ. പ്രകൃത്യാലുള്ള സങ്കര ഇനം തെങ്ങാണ് കോമാടൻ. പ്രകൃത്യാലുള്ള സങ്കര ഇനം തെങ്ങാണ് എന്ത്? കോമാടൻ. കാറ്റ് വീഴ്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ചന്ദ്രശങ്കരയാണ്. കാറ്റ് വീഴ്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം തെങ്ങാണ് ചന്ദ്രശങ്കര. ആരോഗ്യമുള്ള തെങ്ങിൽ എത്ര മുതൽ എത്ര വരെ ഓല ഉണ്ടായിരിക്കും? 30 മുതൽ 35 വരെയാണ്. ഹ്രസ്വ, പവിത്ര എന്നിവ സങ്കര ഇനം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് ഹ്രസ്വ, പവിത്ര തുടങ്ങിയവ. അടുത്ത ചോദ്യം, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പയറിന്റെ സങ്കര ഇനമാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക തുടങ്ങിയവ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ ഏതിന്റെ സങ്കര ഇനമാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്. പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെണ്ട. വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക. നാടൻ വെണ്ട ഇനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നാടൻ വെണ്ട ഇനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ആനക്കൊമ്പൻ. ആനക്കൊമ്പനാണ് നാടൻ വെണ്ട ഇനങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അമോണിയ നേരിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള സസ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെല്ലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അമോണിയ നേരിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള സസ്യമാണ് ഓപ്ഷൻ എ, നെല്ല്. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗമാണ് ഓപ്ഷൻ ബി, പയർ. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗമാണ് ഓപ്ഷൻ ബി, പയർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പച്ചമുളക്. ഏറ്റവും വിലയുള്ള സുഗന്ധവ്യഞ്ജനം കുങ്കുമമാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജന ഇനം ഓപ്ഷൻ ഡി, പച്ചമുളകാണ്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വഴുതന. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ വഴുതനയുടെ സങ്കര ഇനങ്ങളാണ്. മുക്തി, അനഘ, അക്ഷയ എന്നിവ ഏതിന്റെ സങ്കര ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തക്കാളി. തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നിവ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പാവൽ. പാവലിന്റെ സങ്കര ഇനങ്ങളാണ് പ്രിയ, പ്രീതി, പ്രിയങ്ക. സൗഭാഗ്യ ഏതിന്റെ സങ്കര ഇനമാണ്? സൗഭാഗ്യ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വെള്ളരിയുടെ സങ്കര ഇനമാണ് സൗഭാഗ്യ. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം വെറ്റില ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം വെറ്റിലയാണ് കർപ്പൂരം. താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം വെറ്റില എന്നറിയപ്പെടുന്നത് ഏതാണ്? കർപ്പൂരമാണ്. താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം ചേമ്പ് ഏതാണ്? മെച്ചപ്പെട്ട ഇനം ചേമ്പാണ് ഓപ്ഷൻ ബി, ശ്രീ പല്ലവി. ശ്രീ പല്ലവിയാണ് തന്നിട്ടുള്ളതിൽ മെച്ചപ്പെട്ട ഇനം ചേമ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം അടയ്ക്ക ഏതാണ്? മെച്ചപ്പെട്ട ഇനം അടയ്ക്ക ഓപ്ഷൻ ഡി ആണ്. കാളി. മെച്ചപ്പെട്ട ഇനം അടയ്ക്ക കാളി. താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം പൈനാപ്പിൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അമൃത. താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം പൈനാപ്പിൾ ആണ് ഓപ്ഷൻ സി, അമൃത. താഴെ തന്നിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ഇനം തണ്ണിമത്തൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഷുഗർ ബേബി. ഷുഗർ ബേബിയാണ് തന്നിട്ടുള്ളതിൽ തണ്ണിമത്തന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഷുഗർ ബേബിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം കരിമ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തിരുമധുരം. തിരുമധുരമാണ് തന്നിട്ടുള്ളവയിൽ കരിമ്പിന്റെ സങ്കര ഇനം എന്ന് പറയുന്നത് തിരുമധുരം. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം അടയ്ക്ക ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. മംഗള, സുമംഗള, ശ്രീമംഗള തുടങ്ങിയവയെല്ലാം സങ്കരയിനം അടയ്ക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. സങ്കരയിനം അടയ്ക്കയിൽ ഉൾപ്പെടുന്നവയാണ് മംഗള, സുമംഗള, ശ്രീമംഗള. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്നതാണ് വരുന്നത്. കൗമുദി, ബേബി എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനം ഭക്ഷ്യവിളയിലാണ് ഉൾപ്പെടുന്നത്? കൗമുദി, ബേബി എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനം ഭക്ഷ്യവിളയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ആണ്. പടവലമാണ്. എന്നാൽ ഷുഗർ ബേബി എന്ന് പറയുന്നത് തണ്ണിമത്തന്റെ ഒരു മെച്ചപ്പെട്ട ഇനമാണ് ഷുഗർ ബേബി. എന്നാൽ വെറും ബേബി, കൗമുദി എന്നിവ പടവലം ഭക്ഷ്യവിളയിൽ ഉൾപ്പെടുന്നതാണ്. ശ്രീപത്മം, ശ്രീരശ്മി എന്നിവ ഏതിനത്തിന്റെ സങ്കര ഇനത്തിൽ ആണ് ഉൾപ്പെടുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചേന. ശ്രീപത്മം, ശ്രീരശ്മി എന്നിവ ചേന എന്ന ഇനത്തിൽ വരുന്ന സങ്കര ഇനങ്ങളാണ്. മോഹിനി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിന്റെ സങ്കര ഇനമാണ്? മോഹിനി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചീര. ചീരയുടെ സങ്കര ഇനമാണ് മോഹിനി. പൂർണിമ താഴെ തന്നിരിക്കുന്നതിൽ ഏതിന്റെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കശുമാവ്. കശുമാവിന്റെ സങ്കര ഇനമാണ് പൂർണിമ.
എന്താണ് ഗോൾഡൻ ഏക്കർ? ഗോൾഡൻ ഏക്കർ എന്നാൽ സങ്കരയിനം ക്യാബേജിനാണ് ഗോൾഡൻ ഏക്കർ എന്ന് പറയുന്നത്. ഗോൾഡൻ ഏക്കർ എന്ന് പറയുന്നത് സങ്കരയിനം ക്യാബേജ് ആണ്. തിലക് തിലോത്തമ എന്നത് തിലക് തിലോത്തമ എന്നാൽ ഓപ്ഷൻ ബി ആണ്. സങ്കരയിനം എള്ളിനെയാണ് തിലക് തിലോത്തമ എന്ന് പറയുന്നത്. തിലക് തിലോത്തമ എന്നത് സങ്കരയിനം എള്ളാണ്. ഓപ്ഷൻ ബി ആണ്. സങ്കരയിനം എള്ളാണ് തിലക് തിലോത്തമ. വിത്തില്ലാത്ത മാവിനം ഏതാണ്? വിത്തില്ലാത്ത മാവിനമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സിന്ധു. ആൻസർ ഓപ്ഷൻ സി ആണ് സിന്ധു. വിത്തില്ലാത്ത മാവിനമാണ് ആൻസർ ഓപ്ഷൻ സി സിന്ധു. ഇന്ത്യയിലെ ആദ്യ ഒട്ടുമാവിനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഒട്ടുമാവിനമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മൽഗോവ. ഇന്ത്യയിലെ ആദ്യ ഒട്ടുമാവിനമാണ് ആൻസർ ഓപ്ഷൻ ബി മൽഗോവ. കാലം തെറ്റി കായ്ക്കുന്ന മാവിനം ഏതാണ്? കാലം തെറ്റി കായ്ക്കുന്ന മാവിനമാണ് ആൻസർ ഓപ്ഷൻ ഡി നിരഞ്ജൻ. കാലം തെറ്റി കായ്ക്കുന്ന മാവിനമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നിരഞ്ജൻ. മാമ്പഴങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അൽഫോൺസ. മാമ്പഴങ്ങളിലെ റാണിയാണ് ആൻസർ ഓപ്ഷൻ എ അൽഫോൺസ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി കോട്ടയം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തൃശൂർ. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓടക്കാലി എറണാകുളം. ഓടക്കാലി എറണാകുളത്താണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കണ്ണാറ തൃശൂർ. കണ്ണാറ തൃശൂരിലാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മയിലാടുംപാറ ഇടുക്കി. മയിലാടുംപാറ ഇടുക്കിയിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം ആൻസർ ഓപ്ഷൻ ഡി ആണ് പന്നിയൂർ. പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമ്പലവയലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. എന്നാൽ കാപ്പി ഗവേഷണ കേന്ദ്രം ആൻസർ ഓപ്ഷൻ എ ആണ് ചൂണ്ടൽ. കാപ്പി ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ എ ചൂണ്ടൽ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം? കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമാണ് ഓപ്ഷൻ സി വെള്ളാനിക്കര. വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവല്ല. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ എ തിരുവല്ല. തിരുമധുരം, മധുരിമ, മാധുരി എന്നിങ്ങനെയുള്ള കരിമ്പിനങ്ങൾ വികസിപ്പിച്ചെടുത്ത കരിമ്പ് ഗവേഷണ കേന്ദ്രമാണ് തിരുവല്ല. അപ്പോൾ തിരുമധുരം, മധുരിമ, മാധുരി എന്നിങ്ങനെയുള്ള കരിമ്പിനങ്ങൾ വികസിപ്പിച്ചെടുത്ത കരിമ്പ് ഗവേഷണ കേന്ദ്രമാണ് തിരുവല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലക്നൗ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ലക്നൗ. ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ എ കോയമ്പത്തൂരിലാണ്. ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂരിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൌവിലുമാണ്. CO 997 അത്യുൽപാദന ശേഷിയുള്ള ഡാഷ് ആണ്. CO 997 അത്യുൽപാദന ശേഷിയുള്ള ഡാഷ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കരിമ്പ്. താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് വൈറ്റില, മാങ്കൊമ്പ്, കായംകുളം. വൈറ്റില, മാങ്കൊമ്പ്, കായംകുളം എന്നിവയാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ.
കാർത്തിക, സുവർണ എന്നീ നെൽവിത്തുകൾ വികസിപ്പിച്ചെടുത്തത് ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്? കാർത്തിക, സുവർണ എന്നീ നെൽവിത്തുകൾ വികസിപ്പിച്ചെടുത്തത് ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാങ്കൊമ്പ്. മാങ്കൊമ്പിലാണ് കാർത്തിക, സുവർണ എന്നീ നെൽവിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പാലോട്. കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി, പാലോടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം? നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി, കൊച്ചി. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. ബോർഡ് വരുമ്പോൾ കൊച്ചിയും കോർപ്പറേഷൻ വരുമ്പോൾ ഓപ്ഷൻ എ കോഴിക്കോടുമാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൃശൂരാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി, തൃശൂർ. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം? സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ്, കൊച്ചി. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. എന്നാൽ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം? റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി ആണ്, കോട്ടയം. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ്, അത്താണി. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ്, അത്താണി. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. കേരഫെഡിന്റെ ആസ്ഥാനം? കേരഫെഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. കേരഫെഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ജൈവ കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ ജില്ലയാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോട്. ജൈവ കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ ജില്ല ഓപ്ഷൻ ഡി, കോഴിക്കോട്. ജൈവ കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ പ്രദേശമാണ്? ഓപ്ഷൻ സി, ഓണാട്ടുകര. ജൈവ കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ പ്രദേശം ഓണാട്ടുകര. ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. പ്രദേശം ഓണാട്ടുകര. ശ്രീ വിശാഖം, ശ്രീ സഖ്യം എന്നിവ ഏതിന്റെ സങ്കരയിനമാണ്? ശ്രീ വിശാഖം, ശ്രീ സഖ്യം എന്നിവ മരിച്ചിനിയുടെ സങ്കരയിനങ്ങളാണ്. ശ്രീ വിശാഖം, ശ്രീ സഖ്യം എന്നിവ മരിച്ചിനിയുടെ സങ്കരയിനങ്ങളാണ്. H165, H226, മലയൻ 4 എന്നിവ ഏതിന്റെ സങ്കരയിനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മരിച്ചിനി. മരിച്ചിനിയുടെ സങ്കരയിനങ്ങളാണ് H165, H226, മലയൻ 4 എന്നിവ മരിച്ചിനിയുടെ സങ്കരയിനങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചിനി കൃഷി ചെയ്യുന്ന ജില്ലയാണ്? ഓപ്ഷൻ എ, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ മരിച്ചിനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ല? ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ സുരക്ഷാ ജില്ല ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൊല്ലം. കേരളത്തിൽ എള്ള് കൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ല? എള്ള് കൃഷി ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ ബി, കൊല്ലത്താണ്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ എള്ള് കൃഷി ഉള്ളത്. കേരളത്തിൽ ശീതകാല പച്ചക്കറികൾ വ്യാപകമായി കൃഷി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കിയിലാണ്. കേരളത്തിൽ ശീതകാല പച്ചക്കറികൾ വ്യാപകമായി കൃഷി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിൽ ആപ്പിൾ കൃഷിക്ക് പേരുകേട്ട ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിൽ ആപ്പിൾ കൃഷിക്ക് പേരുകേട്ട ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി കൃഷിക്ക് പേരുകേട്ട ജില്ല? ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി കൃഷിക്ക് പേരുകേട്ട ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിൽ പൈനാപ്പിൾ കൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്, എറണാകുളം. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. പൈനാപ്പിൾ കൃഷിക്ക് പേരുകേട്ട വാഴക്കുളം ഏത് ജില്ലയിലാണ്? അപ്പോൾ പൈനാപ്പിൾ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് വാഴക്കുളം. ഈ വാഴക്കുളം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, എറണാകുളത്താണ് വാഴക്കുളം എന്ന സ്ഥലം. തേയില, ഏലം, കുരുമുളക്, ഗ്രാമ്പു എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. ഇടുക്കിയിലാണ് തേയില, ഏലം, കുരുമുളക്, ഗ്രാമ്പു തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലാണ്. എന്നാൽ കാപ്പി, ഇഞ്ചി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. കാപ്പി, ഇഞ്ചി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വയനാടിലാണ്. നെല്ല്, പരുത്തി, മാമ്പഴം, നിലക്കടല കൃഷിക്ക് പേരുകേട്ട ജില്ലയാണ്? ഓപ്ഷൻ ഡി, പാലക്കാട്. നെല്ല്, പരുത്തി, മാമ്പഴം,
നിലക്കടല എന്നീ കൃഷികൾക്ക് പേരുകേട്ട ജില്ല ഓപ്ഷൻ ഡി ആണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള ജില്ല ഓപ്ഷൻ ഡി ആണ് പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികൾ ഉള്ള ജില്ലയാണ് ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കർഷക തൊഴിലാളികളുള്ള ജില്ലയും പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ്, കോഴിക്കോടിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ പുകയില കൃഷിയുള്ള ഏക ജില്ലയാണ് ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഓപ്ഷൻ സി ആണ്, കണ്ണൂർ. എന്നാൽ കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല ഓപ്ഷൻ എ ആണ്, കൊല്ലം. അപ്പോൾ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂരിലും കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല കൊല്ലവുമാണ്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മലപ്പുറത്താണ് ആനക്കയം. കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ധാരാളമുള്ള ജില്ല ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. എന്തിന് അനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൽ കരിമണ്ണിന് പേരുകേട്ട ജില്ല ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. ഓപ്ഷൻ ബി ആലപ്പുഴ. കരിമണ്ണിന്റെ കറുത്ത നിറത്തിന് കാരണമാണ് ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. കരിമണ്ണിന്റെ കറുത്ത നിറത്തിന് കാരണം ടൈറ്റാനിയം ഓക്സൈഡ്. ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കരിമണ്ണിന്റെ കറുത്ത നിറത്തിന് കാരണം. മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഓപ്ഷൻ എ ആണ്, ഫെറസ് ഓക്സൈഡ് ആണ് മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. എന്നാൽ കരിമണ്ണിന്റെ കറുത്ത നിറത്തിന് കാരണം ടൈറ്റാനിയം ഓക്സൈഡും മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറസ് ഓക്സൈഡുമാണ്. മണ്ണിന്റെ വെളുത്ത നിറത്തിന് കാരണം ഓപ്ഷൻ സി ആണ്, മാംഗനീസ് ഓക്സൈഡ് ആണ് മണ്ണിന്റെ വെളുത്ത നിറത്തിന് കാരണം. അപ്പോൾ മണ്ണിന്റെ വെളുത്ത നിറത്തിന് കാരണം ഓപ്ഷൻ സി ആണ്, മാംഗനീസ് ഓക്സൈഡ്. ശർക്കരയ്ക്കും കരിമ്പ് കൃഷിക്കും പേരുകേട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശമാണ് ഓപ്ഷൻ സി, മറയൂർ ആണ് ശർക്കരയ്ക്കും കരിമ്പ് കൃഷിക്കും പേരുകേട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശമാണ് മറയൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അഞ്ചരക്കണ്ടി, കണ്ണൂർ. കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലാണ് ഏറ്റവും വലിയ കറുവാത്തോട്ടം ഉള്ളത്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, മുതലമടയാണ് കേരളത്തിലെ മാംഗോ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ പ്രദേശമാണ് ഓപ്ഷൻ ബി, നെല്ലിയാമ്പതി. പരുത്തി കൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ പ്രദേശം ആൻസർ ഓപ്ഷൻ എ ആണ്, ചിറ്റൂർ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്. ലോകത്തിലെ ഏറ്റവും പരമ്പരാഗതമായ സുഗന്ധവ്യഞ്ജനം ആൻസർ ഓപ്ഷൻ എ ആണ്, കുരുമുളക്. ലോകത്തിലെ ഏറ്റവും പരമ്പരാഗതമായ സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. പന്നിയൂർ 1, ശ്രീകര, ശുഭകര എന്നിവ എന്തിന്റെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കുരുമുളകിന്റെ സങ്കര ഇനങ്ങളാണ് പന്നിയൂർ 1, ശ്രീകര, ശുഭകര എന്നിവ കുരുമുളകിന്റെ സങ്കര ഇനങ്ങളാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏലം. ഏലമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതി. ജാതിയാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം എന്ന് പറയുന്നത്. അനശ്വരതയുടെ വിത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എള്ള്. അനശ്വരതയുടെ വിത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി, എള്ള്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉലുവ. ഏറ്റവും കൊഴുപ്പടങ്ങിയിട്ടുള്ളത് ജാതിയിലും ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻ ബി, ഉലുവ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഞ്ഞൾ. ഇരുമ്പ് അടങ്ങിയിട്ടുള്ള
സുഗന്ധവ്യഞ്ജനമാണ്. ഓപ്ഷൻ ഡി മഞ്ഞൾ. കേരളത്തിലെ ആദ്യ കാർഷിക സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ആലുവ. ആലുവയിലാണ് കേരളത്തിലെ ആദ്യ കാർഷിക സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജായ കേളപ്പജി എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തവനൂർ. തവനൂരിലാണ് കേരളത്തിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജായ കേളപ്പജി എഞ്ചിനീയറിംഗ് കോളേജ് തവനൂരിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യമാണ് ഓപ്ഷൻ ബി നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള. ആൻസർ ഓപ്ഷൻ സി ആണ് നാളികേരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് ഓപ്ഷൻ സി നാളികേരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വാഴയിനം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നേന്ത്രൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വാഴയിനമാണ് നേന്ത്രൻ. കോവിഡ്-19 പ്രതിസന്ധി കാലത്ത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ സി സുഭിക്ഷ കേരളം. കോവിഡ്-19 പ്രതിസന്ധി കാലത്ത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ സി സുഭിക്ഷ കേരളം. താഴെ തന്നിരിക്കുന്നവയിൽ ആദിമ ഗോത്ര ജനവിഭാഗങ്ങളുടെ തനതായ കൃഷി സമ്പ്രദായം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പുനം കൃഷി. ആദിമ ഗോത്ര ജനവിഭാഗങ്ങളുടെ തനതായ കൃഷി രീതിയാണ് പുനം കൃഷി. ചേരിക്കൽ കൃഷി, മാറ്റ കൃഷി എന്നറിയപ്പെടുന്ന കൃഷിയാണ് പുനം കൃഷി. ചേരിക്കൽ കൃഷി, മാറ്റ കൃഷി എന്നറിയപ്പെടുന്നത് പുനം കൃഷിയാണ്. ഒരേ സ്ഥലത്ത് സ്ഥിരമായി കൃഷി ഇറക്കാതെ വർഷങ്ങളോളം കൃഷിയിടം ഉപേക്ഷിച്ചിടുന്ന കൃഷി രീതിയാണ് പുനം കൃഷി. ഒരേ സ്ഥലത്ത് സ്ഥിരമായി കൃഷി ഇറക്കാതെ വർഷങ്ങളോളം കൃഷിയിടം ഉപേക്ഷിച്ചിടുന്ന കൃഷി രീതിയാണ് പുനം കൃഷി. പുനം കൃഷിയിലെ പ്രധാന വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നെല്ല്. പുനം കൃഷിയിലെ പ്രധാന വിളയാണ് നെല്ല്. കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിനും ആവശ്യമായ കാലദൈർഘ്യം അനുസരിച്ച് വിളവുകൾ മാറി മാറി ചെയ്യുന്ന കൃഷിരീതിയാണ് വിളപര്യയം. കാലാവസ്ഥയും വിളവെടുപ്പിനും ആവശ്യമായ കാലദൈർഘ്യം അനുസരിച്ച് വിളവുകൾ മാറി മാറി കൃഷി ചെയ്യുന്നതിനെ വിളപര്യയം എന്ന് പറയുന്നു. ഭൂമിക്ക് ചരിവുള്ള പ്രദേശങ്ങളിൽ ചരിവിന് കുറുകെ വരമ്പുകൾ നിർമ്മിച്ച് കൃഷി ഇറക്കുന്ന രീതിയാണ് കോണ്ടൂർ കൃഷി. ഭൂമിക്ക് ചരിവുള്ള പ്രദേശങ്ങളിൽ ചരിവിന് കുറുകെ വരമ്പുകൾ നിർമ്മിച്ച് കൃഷി ഇറക്കുന്ന രീതിയാണ് കോണ്ടൂർ കൃഷി എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മണ്ണിന്റെ അമ്ലത എന്നിവ ചെറുക്കാൻ ശേഷിയുള്ള കൃഷി രീതിയാണ് ഓപ്ഷൻ ബി പൊക്കാളി കൃഷി. മണ്ണിന്റെ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മണ്ണിന്റെ അമ്ലത എന്നിവ ചെറുക്കാൻ ശേഷിയുള്ള കൃഷി രീതിയാണ് ഓപ്ഷൻ ബി പൊക്കാളി കൃഷി. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ കോൾപ്പാടങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന കൃഷിയാണ് ഓപ്ഷൻ ബി പൊക്കാളി കൃഷി. അപ്പോൾ പൊക്കാളി കൃഷി എവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത്? തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കോൾപ്പാടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന കൃഷി രീതിയാണ് പൊക്കാളി കൃഷി. പൊക്കാളി കൃഷി വിള ഏതാണ്? ഓപ്ഷൻ സി നെല്ലാണ്. പൊക്കാളി കൃഷി നെല്ലാണ്. അതുപോലെ തന്നെ പുനം കൃഷിയിലെ പ്രധാന വിളയും നെല്ലാണ്. പൊക്കാളി കൃഷി എന്ന് പറയുന്നതും നെല്ലാണ്. മണ്ണില്ലാതെ ആവശ്യമായ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ ആവശ്യമായ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ്. വൻമരങ്ങളെ അവയുടെ രൂപഭംഗി നഷ്ടപ്പെടാതെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതിയാണ് ബോൺസായ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ബോൺസായ് ആണ് വൻമരങ്ങളെ അവയുടെ രൂപഭംഗി നഷ്ടപ്പെടാതെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതിയാണ് ബോൺസായ്. ബോൺസായ് സങ്കേതത്തിന്റെ തുടക്കം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ചൈനയാണ്. ബോൺസായ് സങ്കേതത്തിന്റെ തുടക്കം ചൈനയിലാണ്. ബോൺസായ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ബോൺസായ് എന്ന പദം രൂപം കൊണ്ടത് ജാപ്പാനീസ് പദത്തിൽ നിന്നാണ് ബോൺസായ് എന്ന പദം രൂപം കൊണ്ടത്. നെല്ലിന് താങ്ങാനാവുന്ന പരമാവധി താപനില. ആൻസർ ഓപ്ഷൻ ഡി ആണ് 40 ഡിഗ്രി സെൽഷ്യസ്. നെല്ലിന് താങ്ങാനാവുന്ന പരമാവധി താപനിലയാണ് 40 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിശാസ്ത്ര പ്രത്യേകതകളുള്ള ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന ആഗോള ഭൗമശാസ്ത്ര സൂചികയിൽ ഇടം പിടിച്ചിട്ടുള്ള ജീരകശാല, ഗന്ധകശാല നെല്ലിനങ്ങൾ ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് ഈ ആണ് വയനാട്. ആഗോള ഭൗമശാസ്ത്ര സൂചികയിൽ ഇടം പിടിച്ച മലബാറിലെ തനത് നെല്ലിനമാണ് ഓപ്ഷൻ സി കൈപ്പാട്. ആഗോള ഭൗമശാസ്ത്ര സൂചികയിൽ ഇടം പിടിച്ച മലബാറിലെ തനത് നെല്ലിനമാണ് ഓപ്ഷൻ സി കൈപ്പാട്. നെൽച്ചെടി ഒടിയാതെ നിൽക്കുന്നതിനുള്ള ആരോഗ്യം നൽകുന്ന മൂലകമാണ് ഓപ്ഷൻ സി സിലിക്കൺ. നെൽച്ചെടി ഒടിയാതെ നിൽക്കുന്നതിനുള്ള ആരോഗ്യം നൽകുന്ന മൂലകമാണ് ഓപ്ഷൻ സി സിലിക്കൺ.
സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ മൂലകങ്ങൾ എത്രണ്ണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 17. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ മൂലകങ്ങൾ 17 ആണ്. സസ്യങ്ങളുടെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകമാണ് ഓപ്ഷൻ എ നൈട്രജൻ. സസ്യങ്ങളുടെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമായ മൂലകമാണ് ഓപ്ഷൻ എ നൈട്രജൻ. സസ്യങ്ങളുടെ വേര് വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഫോസ്ഫറസ്. അപ്പോൾ നെൽച്ചെടി ഒടിയാതെ നിൽക്കുന്നതിനും അതിന് ആരോഗ്യം നൽകുന്ന മൂലകമാണ് സിലിക്കൺ. സസ്യവളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 17 ആണ്. സസ്യങ്ങളുടെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകം നൈട്രജൻ ആണ്. എന്നാൽ വേര് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഫോസ്ഫറസ് ആണ്. സസ്യങ്ങളുടെ വേര് രൂപീകരണത്തിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകെനിൻസ്. സസ്യങ്ങളുടെ വേര് രൂപീകരണത്തിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകെനിൻസ്. വാതകാവസ്ഥയിലുള്ളതും ഫലങ്ങൾ പാകമാകുന്നതിന് ഉപകാരപ്രദവുമായ സസ്യ ഹോർമോണാണ് എഥിലിൻ. ഓപ്ഷൻ സി എഥിലിൻ ആണ് വാതകാവസ്ഥയിലുള്ളതും ഫലങ്ങൾ പാകമാകുന്നതിന് ഉപകാരപ്രദവുമായ സസ്യ ഹോർമോണാണ് എഥിലിൻ. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റാണിപ്പേട്ട്, ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റാണിപ്പേട്ട്, ചെന്നൈ. കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട്. ഓപ്ഷൻ ബി ഫാക്ട് ആണ് കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാല. രാസവളമായി ഉപയോഗിക്കുന്ന മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് രാസപരമായി ഓപ്ഷൻ എ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. അപ്പോൾ രാസവളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അത് രാസപരമായി പറയുമ്പോൾ ഓപ്ഷൻ എ പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള നൈട്രജൻ വളമാണ് ഓപ്ഷൻ ബി യൂറിയ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള നൈട്രജൻ വളമാണ് ഓപ്ഷൻ ബി യൂറിയ. സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗമാണ് മൈക്കോറൈസ. സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗത്തെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കോറൈസ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് ഫോസ്ഫറസ് വളം ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന കുമിൾ വിഭാഗമാണ് മൈക്കോറൈസ. താഴെ തന്നിരിക്കുന്നവയിൽ ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യമാണ് ഓപ്ഷൻ എ അസോള. താഴെ തന്നിരിക്കുന്നവയിൽ ജീവാണുവളമായിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യമാണ് ഓപ്ഷൻ എ അസോള. ഏറ്റവും ഉത്തമമായ ജൈവവളമായി ഉപയോഗിക്കാവുന്ന സസ്യമാണ് ഓപ്ഷൻ സി ശീമക്കൊന്ന. തന്നിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമമായ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ശീമക്കൊന്ന. താഴെ തന്നിരിക്കുന്നവയിൽ ജൈവ കീടനാശിനി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് പുകയില കഷായം, കിരിയാത്ത് എമൽഷൻ, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവയെല്ലാം ജൈവ കീടനാശിനി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. പുകയില കഷായം, കിരിയാത്ത് എമൽഷൻ, വേപ്പിൻ പിണ്ണാക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ മൾബറി കൃഷി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മോറി കൾച്ചർ. മൾബറി കൃഷി അറിയപ്പെടുന്നത് മോറി കൾച്ചർ എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് എപ്പി കൾച്ചർ. തേനീച്ച വളർത്തൽ ഏതാണ്? ഓപ്ഷൻ സി എപ്പി കൾച്ചർ. താഴെ തന്നിരിക്കുന്നതിൽ ശാസ്ത്രീയ മുന്തിരി കൃഷി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വിറ്റി കൾച്ചർ. വിറ്റി കൾച്ചർ ആണ് ശാസ്ത്രീയമായ മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റി കൾച്ചർ. അപ്പോൾ മൾബറി കൃഷി മോറി കൾച്ചർ ആണ്. തേനീച്ച വളർത്തലിനെ എപ്പി കൾച്ചർ എന്ന് പറയുന്നു. ശാസ്ത്രീയമായി മുന്തിരി കൃഷിയെ വിറ്റി കൾച്ചർ എന്ന് പറയുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ പച്ചക്കറി കൃഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒലേറി കൾച്ചർ. താഴെ തന്നിരിക്കുന്നതിൽ പച്ചക്കറി കൃഷിയാണ് ഓപ്ഷൻ ബി ഒലേറി കൾച്ചർ. പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഓപ്ഷൻ എ ഹോർട്ടികൾച്ചർ. പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഓപ്ഷൻ എ ഹോർട്ടികൾച്ചർ. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓപ്ഷൻ ബി ആണ് പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ ബി പോമോളജി. താഴെ തന്നിരിക്കുന്നതിൽ മണ്ണിര വളർത്തൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മാണമാണ് ഓപ്ഷൻ ഡി വേമി കൾച്ചർ. അപ്പൊ വേമി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിര വളർത്തൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിർമ്മാണത്തെയാണ് വേമി കൾച്ചർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നതാണ് ഓപ്ഷൻ സി സെറികൾച്ചർ. സെറികൾച്ചർ എന്നാൽ
പട്ടുനൂൽ പുഴു വളർത്തലിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശാസ്ത്രീയ മുയൽ വളർത്തൽ രീതി, മുയൽ വളർത്തലിനെ പറയുന്നതാണ് ഓപ്ഷൻ ഡി ക്യൂണികൾച്ചർ. ക്യൂണികൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ മുയൽ വളർത്തലിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണമാണ് ഓപ്ഷൻ എ എൻഡമോഫിലി. എൻഡമോഫിലി എന്നാൽ ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണത്തെയാണ് എൻഡമോഫിലി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ചിത്രശലഭം വഴിയുള്ള പരാഗണമാണ് സൈക്കോഫിലി. അപ്പോൾ ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം എൻഡമോഫിലി, ചിത്രശലഭം വഴിയുള്ള പരാഗണം സൈക്കോഫിലി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വാവലുകൾ വഴിയുള്ള പരാഗണമാണ് കിറപ്റ്ററോഫിലി. കിറപ്റ്ററോഫിലിയാണ് വാവലുകൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. വാവലുകൾ വഴിയുള്ള പരാഗണമാണ് കിറപ്റ്ററോഫിലി. താഴെ തന്നിരിക്കുന്നവയിൽ ജന്തുക്കൾ വഴിയുള്ള പരാഗണമാണ് ഓപ്ഷൻ ഡി സൂഫിലി. താഴെ തന്നിരിക്കുന്നതിൽ ജന്തുക്കൾ വഴിയുള്ള പരാഗണമാണ് ഏത്? ഓപ്ഷൻ ഡി സൂഫിലി. താഴെ തന്നിരിക്കുന്നതിൽ കാറ്റ് വഴിയുള്ള പരാഗണമാണ് ഓപ്ഷൻ സി അനിമോഫിലി. കാറ്റ് വഴിയുള്ള പരാഗണത്തെ അനിമോഫിലി എന്ന് പറയുന്നു. കാറ്റ് വഴിയുള്ള പരാഗണം ഓപ്ഷൻ സി അനിമോഫിലി. എന്നാൽ ജന്തുക്കൾ വഴിയുള്ള പരാഗണമാണ് ഓപ്ഷൻ ഡി സൂഫിലി. കാറ്റ് വഴിയുള്ള പരാഗണം ഓപ്ഷൻ സി അനിമോഫിലി. മഴവെള്ളത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യം. മഴവെള്ളത്തിലൂടെ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് കുരുമുളക്. മഴവെള്ളത്തിലൂടെ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് കുരുമുളക്. തേനീച്ച വഴി മാത്രം പരാഗണം നടത്തുന്ന സസ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് സൂര്യകാന്തി. തേനീച്ച വഴി മാത്രം പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് ഓപ്ഷൻ സി സൂര്യകാന്തി. കൃത്രിമ പരാഗണത്തിന് മാത്രം കഴിയുന്ന സസ്യമാണ് ഓപ്ഷൻ എ വാനില. കൃത്രിമ പരാഗണത്തിന് മാത്രം കഴിയുന്ന ഒരു സസ്യമാണ് വാനില. സസ്യരോഗങ്ങൾക്ക് ഫലപ്രദമായ ബോർഡോ മിശ്രിതം എന്ന കുമിൾനാശിനി കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പിയറി മില്ലാർഡറ്റ്. പിയറി മില്ലാർഡറ്റ് ആണ് സസ്യരോഗങ്ങൾക്ക് ഫലപ്രദമായ ബോർഡോ മിശ്രിതം എന്ന കുമിൾനാശിനി കണ്ടുപിടിച്ചത് പിയറി മില്ലാർഡറ്റ്. പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മസനോവ ഫുക്കുവോക്കയാണ് ഒറ്റ വൈക്കോൽ എന്ന വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ്. അതുപോലെ തന്നെ പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നാണ് ആരറിയപ്പെടുന്നത്? മസനോവ ഫുക്കുവോക്ക അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രകൃതി കൃഷി ആചാര്യനും ജീവാമൃതം എന്ന ജൈവ കീടനാശിനിയുടെ ഉപജ്ഞാതാവുമാണ് ഓപ്ഷൻ ബി സുഭാഷ് പലേക്കർ. അപ്പോൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രകൃതി കൃഷി ആചാര്യനും ജീവാമൃതം എന്ന ജൈവ കീടനാശിനിയുടെ ഉപജ്ഞാതാവുമാണ് സുഭാഷ് പലേക്കർ. നെല്ലിന്റെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് ഓപ്ഷൻ എ ബാക്ടീരിയ. നെല്ലിന്റെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് ബാക്ടീരിയ. ചെറുനാരങ്ങയെ ബാധിക്കുന്ന സിട്രിക് കാങ്കർ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് ഓപ്ഷൻ എ ബാക്ടീരിയ. ചെറുനാരങ്ങയെ ബാധിക്കുന്ന ഒരു രോഗമാണ് സിട്രിക് കാങ്കർ. ആ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണുവാണ് ഓപ്ഷൻ എ ബാക്ടീരിയ. വാഴയുടെ കൂമ്പടപ്പ് രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ബി വൈറസ് ആണ്. അപ്പോൾ വാഴയുടെ കൂമ്പടപ്പിന് കാരണമാകുന്നത് വൈറസ് ആണ്. തെങ്ങിന്റെ മണ്ടരി രോഗത്തിന് കാരണമാകുന്നതും ഓപ്ഷൻ ബി വൈറസ് ആണ്. അപ്പോൾ വാഴയുടെ കൂമ്പടപ്പ് രോഗത്തിന് കാരണം വൈറസ് ആണ്. തെങ്ങിന്റെ മണ്ടരി രോഗത്തിന് കാരണം വൈറസ് ആണ്. പുകയിലയിലെ മൊസൈക്ക് രോഗത്തിന് അല്ലെങ്കിൽ പുള്ളിക്കുത്ത് എന്ന രോഗത്തിന് കാരണമാകുന്നതും ഓപ്ഷൻ ബി ആണ് വൈറസ്. പുകയിലയിലെ മൊസൈക്ക് രോഗത്തിന് അല്ലെങ്കിൽ പുള്ളിക്കുത്ത് രോഗത്തിന് കാരണമാകുന്നത് വൈറസ് ആണ്. കൗങ്ങിലെ മഹാളി രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ സി ഫംഗസ് ആണ്. കൗങ്ങിന്റെ മഹാളി രോഗത്തിന് കാരണമാകുന്നത് ഏതാണ്? ഫംഗസ് ആണ്. പച്ചക്കറികളുടെ വാട്ട രോഗത്തിന് കാരണമാകുന്നതും ഓപ്ഷൻ സി ഫംഗസ് ആണ്. അപ്പോൾ കൗങ്ങിന്റെ മഹാളി രോഗത്തിനും പച്ചക്കറികളുടെ വാട്ട രോഗത്തിനും കാരണമാകുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഫംഗസ്. ഗോതമ്പിലെ റസ്റ്റ് രോഗത്തിന് കാരണമാകുന്നതും ഓപ്ഷൻ സി ഫംഗസ് ആണ്. ഗോതമ്പിലെ റസ്റ്റ് രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ സി ആണ് ഫംഗസ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പിന് കാരണമാകുന്നതും ഓപ്ഷൻ ഡി ആണ് ഫംഗസ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ഫംഗസ്. തെങ്ങിന്റെ ചെന്നീരൊലിപ്പ് തടയുന്നതിന് ഉപയോഗിക്കുന്ന മിത്രക്കുമിളാണ് ഓപ്ഷൻ എ ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ എന്നാൽ എന്താണ്? തെങ്ങിന്റെ ചെന്നീരൊലിപ്പ് തടയുന്നതിന് ഉപയോഗിക്കുന്ന മിത്രക്കുമിളാണ് ട്രൈക്കോഡെർമ. താഴെ തന്നിരിക്കുന്നതിൽ കാറ്റുവീഴ്ച രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തെങ്ങ്. കാറ്റുവീഴ്ച രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് തെങ്ങ്.
കരിമ്പിന്റെ ചെൻചീയൽ അല്ലെങ്കിൽ റെഡ് റോട്ട് രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ് ഫംഗസ്. കരിമ്പിന്റെ ചെൻചീയൽ അല്ലെങ്കിൽ റെഡ് റോട്ട് രോഗത്തിന് കാരണമാകുന്നതും ഓപ്ഷൻ ഡി ഫംഗസ് ആണ്. പിങ്ക് രോഗം, ചീക്ക് രോഗം എന്നിവ ബാധിക്കുന്നത് ഏത് വിളയാണ്? ഓപ്ഷൻ സി ആണ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് പിങ്ക് രോഗം, ചീക്ക് രോഗം എന്നിവ. കുരുമുളകിന്റെ ദ്രുതവാട്ട രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ് ഫംഗസ്. കുരുമുളകിന്റെ ദ്രുതവാട്ട രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ് ഫംഗസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത സ്വർണം അല്ലെങ്കിൽ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വാനില. വാനിലയാണ് ഹരിത സ്വർണം അല്ലെങ്കിൽ പച്ച സ്വർണം എന്നറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നീലസ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ജലം. നീലസ്വർണം ജലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കുരുമുളക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഏലം. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഓറഞ്ച്. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഓറഞ്ച്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കൂർക്ക. അപ്പോൾ ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച് ആണ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്നത് കൂർക്കയാണ്. പാവപ്പെട്ടവന്റെ തടി, ആൻസർ ഓപ്ഷൻ സി ആണ് മുള. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് മുള. ദൈവത്തിന്റെ ആഹാരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കൊക്കോ. ദൈവത്തിന്റെ ആഹാരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കൊക്കോ. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏത്തപ്പഴം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഏത്തപ്പഴം. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് പുളി. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് പുളി. പാനീയങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് തേയില. പാനീയങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് തേയില. അലങ്കാര സസ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓർക്കിഡ്. അലങ്കാര സസ്യങ്ങളുടെ റാണിയാണ് ഓർക്കിഡ്. പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് റോസ്. പുഷ്പങ്ങളുടെ റാണിയാണ് ഓപ്ഷൻ എ റോസ്. കരയുന്ന മരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ റബ്ബർ. കരയുന്ന മരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് റബ്ബർ. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് കശുമാവ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. നെല്ലിനങ്ങളിലെ റാണി, ആൻസർ ഓപ്ഷൻ ബി ആണ് ബസുമതി. നെല്ലിനങ്ങളിലെ റാണിയാണ് ബസുമതി. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആര്യവേപ്പ്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആര്യവേപ്പ്. പ്രകൃതിയിലെ അമൃത് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് തേൻ. തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് ആണ് തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. തേനിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനിയാണ് ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് തേനിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനി. അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പച്ചക്കറി ഇനം, ആൻസർ ഓപ്ഷൻ എ ആണ് ബ്രോക്കോളി. അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പച്ചക്കറി ഇനമാണ് ഓപ്ഷൻ എ ബ്രോക്കോളി. അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കുമിളാണ് ഓപ്ഷൻ സി ഗാനോഡെർമ. ഗാനോഡെർമയാണ് അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കുമിൾ. എന്നാൽ അർബുദത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പച്ചക്കറി ഇനം ബ്രോക്കോളിയാണ്. പ്രതിരോധിക്കാൻ ശേഷിയുള്ള കുമിൾ വിഭാഗമാണ് ഗാനോഡെർമ. വിളവെടുപ്പിന് ശേഷം മാത്രം പഴുക്കുന്ന ഫലം, ആൻസർ ഓപ്ഷൻ ഡി ആണ് അവക്കാഡോ. അവക്കാഡോയാണ് വിളവെടുപ്പിന് ശേഷം മാത്രം പഴുക്കുന്ന ഫലം. പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്, ആൻസർ ഓപ്ഷൻ സി ആണ് മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ ആണ് പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ജലം ആവശ്യമായ വിള, ആൻസർ ഓപ്ഷൻ ഡി ആണ് കരിമ്പ്. ഏറ്റവും ജലം ആവശ്യമായ വിള ഓപ്ഷൻ ഡി ആണ് കരിമ്പ്. റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തടിയിൽ പുരട്ടുന്ന രാസപദാർത്ഥം, ആൻസർ ഓപ്ഷൻ എ ആണ് ഏത്തഫോൺ. ഏത്തഫോൺ ആണ് റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തടിയിൽ പുരട്ടുന്ന രാസപദാർത്ഥം. റബ്ബർ പാൽ ഖരീഭവിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് ആണ് റബ്ബർ പാൽ ഖരീഭവിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡ്. ലക്ഷക്കണക്കിന് പേരുടെ മരണത്തിനിടയാക്കിയ ബംഗാൾ ക്ഷാമം നടന്നത്, ആൻസർ ഓപ്ഷൻ എ ആണ് 1943 ലക്ഷക്കണക്കിന് പേരുടെ മരണത്തിന് ഇടയാക്കിയ ബംഗാൾ ക്ഷാമം നടന്നത്.
താഴെ തന്നിരിക്കുന്നവയിൽ വിദേശ ഇനം കോഴിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് ബ്ലാക്ക് മിനോർക്ക, റോഡ് ഐലൻഡ് റെഡ്, വൈറ്റ് ലഗോൺ തുടങ്ങിയവയെല്ലാം വിദേശ ഇനം കോഴികളാണ്. ഗിരിരാജ, ഗ്രാമലക്ഷ്മി, അതുല്യ എന്നിവ മെച്ചപ്പെട്ട ഇനം. ഓപ്ഷൻ എ കോഴിയാണ്. കോഴി വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഗിരിരാജ, ഗ്രാമലക്ഷ്മി, അതുല്യ തുടങ്ങിയവ. കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ആൻസർ ഓപ്ഷൻ എ ആണ് 21 ദിവസം. കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം ഓപ്ഷൻ എ ആണ് 21 ദിവസം. താറാവ് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. താറാവ് മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം 28 ദിവസം. എന്നാൽ കാടമുട്ട വിരിയാൻ എടുക്കുന്ന സമയം. ആൻസർ ഓപ്ഷൻ സി ആണ് 17 ദിവസം. കാടമുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 17 ദിവസം വേണം. മസ്കവി, ചാര, ചെമ്പല്ലി എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് താറാവിനത്തിൽപ്പെട്ടവയാണ്. മസ്കവി, ചാര, ചെമ്പല്ലി തുടങ്ങിയവ താറാവ് ഇനത്തിൽ ഉൾപ്പെട്ടവയാണ്. അടുത്ത ചോദ്യം, ബോബ് വൈറ്റ്, ജാപ്പനീസ് എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാട. ബോബ് വൈറ്റ്, ജാപ്പനീസ് എന്നിവ താഴെ പറയുന്നവയിൽ ഏതിനമാണ്? ഓപ്ഷൻ സി ആണ് കാട. ജേഴ്സി പശുവിന്റെ ജന്മദേശം. ആൻസർ ഓപ്ഷൻ എ ആണ് ഇംഗ്ലണ്ട്. ജേഴ്സി പശുവിന്റെ ജന്മദേശമാണ് ഇംഗ്ലണ്ട്. വെച്ചൂർ പശുവിന്റെ ജന്മദേശം. ആൻസർ ഓപ്ഷൻ സി ആണ് കോട്ടയം. മുറ, നീലിരവി, ബദാവരി എന്നിവ താഴെ പറയുന്നവയിൽ ഏതിനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എരുമ. എരുമ വിഭാഗത്തിൽ വരുന്നവയാണ് മുറ, നീലിരവി, ബദാവരി തുടങ്ങിയവയെല്ലാം എരുമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. തലശ്ശേരി, ജംനാപ്യാരി, ബോയർ എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനമാണ്? ആട്. ആട് വിഭാഗത്തിലുള്ളവയാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ തുടങ്ങിയവ. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ താഴെ പറയുന്നതിൽ ഏത് നാടൻ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആട്. ആടിന്റെ നാടൻ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ. എന്നാൽ തലശ്ശേരി, ജംനാപ്യാരി, ബോയർ തുടങ്ങിയവയെല്ലാം ആട് ഇനത്തിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ നാടൻ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ. വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവ താഴെ പറയുന്നതിൽ ഏത് നാടൻ ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പശു. പശുവിന്റെ നാടൻ ഇനങ്ങളിൽ വരുന്നവയാണ് വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ. താഴെ തന്നിരിക്കുന്നതിൽ അലങ്കാര മത്സ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ അലങ്കാര മത്സ്യം ഓപ്ഷൻ ഡി ആണ് ഗപ്പി. താഴെ തന്നിരിക്കുന്നതിൽ ഭക്ഷ്യ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്ന മത്സ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അതിൽ ഉൾപ്പെടുന്നവയാണ് രോഹു, കട്ല, കരിമീൻ തുടങ്ങിയവയെല്ലാം ഭക്ഷ്യ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്ന മത്സ്യങ്ങളാണ്. നാരൻ, കാര എന്നിവ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട് വളർത്തുന്ന ഇനങ്ങളാണ്? ചെമ്മീൻ വിഭാഗത്തിൽ വരുന്നവയാണ് നാരൻ, കാര തുടങ്ങിയവ. ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ് എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏതിനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മുയൽ. മുയൽ വിഭാഗത്തിൽ വരുന്നവയാണ് ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ് തുടങ്ങിയവ. താഴെ തന്നിരിക്കുന്നതിൽ രോമത്തിനായി വളർത്തുന്ന മുയലാണ്. ഓപ്ഷൻ ബി അങ്കോറ. താഴെ തന്നിരിക്കുന്നതിൽ രോമത്തിനായി വളർത്തുന്ന മുയൽ ഇനമാണ് ഓപ്ഷൻ ബി അങ്കോറ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ PDF പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്